അപ്പം അഭിപ്രായം എടുക്കാൻ ആളെ സമ്മതിക്കണില്ല, വേണ്ടെന്ന് പറയണ. പക്ഷെ ആളെ കഴിപ്പ് കണ്ടറിയാം നമുക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന്. ഇതുപോലെ ഇങ്ങനെ ഓരോരോ വെറൈറ്റി റൈസുകൾ ഇനി വേണം എന്നാണ് ആള് പറയണത്. എന്താ ചെയ്യാ, നാരങ്ങയാണ് കേട്ടോ അത്. നാരങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുള്ളത് നമ്മളുടെ ചോപ്പറാണത്. ചോപ്പറിന്റെ വള്ളി പൊട്ടിയപ്പോഴേ ഞാൻ ആ സാധനമൊക്കെ സംഭവം കണ്ടില്ലേ എങ്ങനെയുണ്ട്. ക്യാമറാമാനോനെ ടേസ്റ്റ് നോക്കാൻ വേണമെന്ന് പറഞ്ഞത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മളുടെ വീട്ടുവിശേഷത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീട്ടുവിശേഷങ്ങളിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാൻ പോവാണ് കുക്കറിൽ. വളരെ പെട്ടെന്ന് തട്ടിക്കൂട്ടാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി ഇത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമ്മൾ കുക്കറിൽ വളരെ പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കുന്നതും ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്നതും അങ്ങനെ എല്ലാ സംഭവങ്ങളൊക്കെ നമ്മൾ ഇതിന് മുന്നേ നമ്മുടെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചാൽ അത് ഞങ്ങളുടെ രീതിയിൽ ഉണ്ടാക്കുകയാണ് വളരെ പെട്ടെന്ന്. അപ്പോൾ അങ്ങനെ നമ്മളിതാ ടൊമാറ്റോ റൈസിൻ്റെ പണി നോക്കുകയാണ്. അപ്പോൾ ഞാനിതൊരു കുക്കറിലാണ് വെക്കുന്നത്. കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ അരി അളന്ന ഗ്ലാസ്സിൽ നമ്മൾ ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം അളന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം അങ്ങനെയാണ് ചേർക്കുക. അപ്പോൾ ആ ഒരു വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒന്ന് തിളപ്പിക്കാനായിട്ട് ഇപ്പം ഞാൻ ഓണാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് റെഡി ആകുമ്പോഴേക്കും അത് തിളയ്ക്കും. അപ്പോൾ അതിലേക്ക് ഒഴിക്കാം. വെള്ളം വറ്റി കഴിഞ്ഞിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഇല്ലാണ്ട് വെളിച്ചെണ്ണയ്ക്ക് എന്താ വില, കുറച്ച് ചേർത്താൽ മതി. എണ്ണുള്ളൂട്ടാ. ഇത് ഏത് എണ്ണയിലും ഉണ്ടാക്കാന്ന് വെച്ചറിയില്ല. അപ്പം ഞങ്ങളിപ്പോൾ ഇതാ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കണത്. കുറച്ച് വാട്ടാൻ വേണ്ടിയിട്ട് പലരും പല രീതിയിൽ ഉണ്ടാക്കും. പക്ഷെ ഞങ്ങളുടേതായ സ്റ്റൈലിലാണ് ഉണ്ടാക്കണത്. ഇനി ഇതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കണില്ല കേട്ടോ. അവിടെ പിള്ളേർക്കൊന്നും കടുകൊന്നും ഇഷ്ടമല്ല. അപ്പം കടുക് ഇടുന്നില്ല. അപ്പം ഉഴുന്ന് ഞാൻ കുറച്ച് കഴുകിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അതിട്ട് കൊടുക്കാം. നമ്മൾ കുറച്ച് പൊട്ട് കടലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മതി, വളരെ കുറച്ച് ഒന്ന് കടിക്കാൻ. ഇത് കണ്ടത് എന്താണെന്നറിയോ, നമ്മളുടെ ചോപ്പറാണത്. ചോപ്പറിൻ്റെ വള്ളി പൊട്ടിയപ്പോഴേ ഞാൻ ആ സാധനമൊക്കെ പ്ലേറ്റൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഇതിനുള്ളിൽ സ്റ്റോർ ചെയ്യുന്ന സാധനമാക്കി. നമ്മളെ പൊട്ടുകടല ചട്നിക്കൊക്കെ നമുക്ക് വേണ്ടേ. പൊട്ടുകടലിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി കുഞ്ഞതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് വേപ്പില, നമ്മുടെ ക്യാമറാമാനോനി ശരിക്കും പിടിക്കട്ടെ. ഓക്കെ, നേരെ നമ്മുടെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത് ശ്രീലക്ഷ്മി അജിത്. എന്തെങ്കിലും ക്യാമറയുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും തെറ്റുകുറ്റുണ്ടെങ്കിൽ നിങ്ങൾ ശ്രീലക്ഷ്മിയോട് പറഞ്ഞ് കമൻറ്റ് ചെയ്ത് നോക്കാം അല്ലേ. അധികം തലട്ടിട്ട് നോക്കണ്ട. ഇപ്പം എന്തെങ്കിലും പൊട്ടിത്തെറിക്കുണ്ടെങ്കിൽ നോക്കിക്കാവും. നമ്മൾ അതിലേക്ക് കുറച്ച് സവോള, ഒരു കുഞ്ഞൊരു സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കുക. വെള്ളം തിളച്ചിട്ടുണ്ട്, അത് ഓഫാക്കിക്കട്ടെ. അപ്പോൾ ഈ ഒരു ടൊമാറ്റോ റൈസ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചേട്ടനാണ്. ചേട്ടപ്പോൾ വരും, ഓട്ടത്തിന് പോയാലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വരുമ്പോൾ ബിരിയാണി മേടിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
നമുക്ക് വേണ്ട ഒരു ദിവസം റെസ്റ്റൊക്കെ അല്ലേ. അപ്പോൾ ആളുണ്ട് ഇപ്പോൾ വിളിച്ചെടുക്കുന്നത് ബിരിയാണി കൊണ്ടുവരേണ്ടത് കൊണ്ട്. ശരി കൊണ്ടട്ടെ. ഇത് ചേട്ടൻ ചിക്കനൊന്നും കഴിക്കില്ല, ചേട്ടന് കൊടുക്കാം. രാത്രി ഉണ്ടാവും, അപ്പോൾ നമുക്ക് രാത്രി ഒന്ന് കഴിക്കാം. ഒരു വിസില് ചില കുക്കറിന് ചില ഒരു ഇതുണ്ടാവും കേട്ടോ. അപ്പം ഞാനിതിൽ വെക്കുമ്പോൾ ഒക്കെ ഒരു വിസിലാണ് വെക്കാറുള്ളത്. അത് കൂട്ടിയിട്ടിട്ടാണ്, തീയെ കൂട്ടിയിട്ടാണ് വെക്കണമെന്ന് വെച്ചെങ്കിൽ നമ്മൾ ആ ഒരു ഫുൾ എയർ കളഞ്ഞിട്ടാണ് പിന്നെ തുറക്കുക. വെക്കാമെന്ന് വിചാരിച്ചിരുന്നത്. അപ്പോൾ പിന്നെ ആ ഒരു എയറൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിടണം. എന്നാലും ഇങ്ങനെ വളർന്ന് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഇങ്ങനെ വേവും. അപ്പോൾ ഒരു കുഴവണ പോലെയാവും. പിന്നെ നമ്മുടെ തക്കാളി നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടൊമാറ്റോ റൈസ് അല്ലേ, നമ്മൾ തക്കാളിയുടെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടണ്ടേ. അപ്പോൾ ഇതിലൊരു 3-4 ഉണ്ടാവും തക്കാളി. നന്നായിട്ട് നമുക്ക് ഒന്ന് ഉടച്ചെടുക്കാം. നന്നായിട്ട് വാട്ടി ഉടച്ചെടുക്കണം കേട്ടോ. വെച്ചിന് കൈ കടഞ്ഞുടങ്ങി നോക്കുന്നു അങ്ങനെ കുടിക്കല്ലേ കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം കണ്ടില്ലേ എങ്ങനെയുണ്ട്? അല്ലേ, മുടി ഇല്ലാത്ത ആൾക്കാർക്ക് വെക്കാൻ പറ്റിയ സംഭവം. പക്ഷെ അതിന് മുകളിൽ മണിയൊക്കെ ഞാൻ പുറത്തേക്കൊന്നും പോകുമ്പോൾ ഇടില്ല കേട്ടോ. ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വീട്ടിലൊക്കെ ഉണ്ടാകുമ്പോൾ വെക്കും. പുറത്തേക്കൊക്കെ ഇട്ട് പോകാൻ ചമ്മല. പിന്നെ മുടിയില്ലാത്ത ആൾക്കാർക്ക് കുറച്ച് മുടിയും തോന്നിക്കും. വിളിക്കണ്ട. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, കുറേ പൊടിയൊന്നും ഇല്ല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലയും പൊടി. അത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടി ഒന്നും ഇല്ല കേട്ടോ നമ്മുടെ അരി മതിയാണ്. മസാല കഴിഞ്ഞ കരിയുള്ളൂ. മസാല കഴിഞ്ഞു. എല്ലാത്തിനും മാറിപ്പോയിട്ടല്ലേ ഞാൻ പണി. ഇന്ന് നമുക്ക് മസാല ദോശയായിരുന്നു. അപ്പം അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാല ഉണ്ടായിരുന്നു ഇട്ടു. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഈ ഒരു മസാല എടുക്കുള്ളത്. പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഉപ്പാണ് പാകത്തിന് ഉപ്പ്. പിന്നെ നമ്മൾ ഈ വെള്ളം ഒഴിക്കില്ലേ, വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടേ നമുക്ക് നോക്കാം. പക്ഷെ നെയ്യൊക്കെ ആ ഒരു വെള്ളത്തിൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. നെയ്യ് കൂടി മസാലയിലേക്ക് നല്ല ഇരുണ്ട്. നമ്മുടെ ക്യാമറാമാനോനെ ടേസ്റ്റ് നോക്കാൻ വേണമെന്ന് പറഞ്ഞിട്ട് എന്നുണ്ട് മുന്തി നിൽക്കണം എന്ന് പറയില്ലേ, ഉപ്പുമാവിലേക്കും ഇതിലേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതുപോലെ ഉപ്പ് ടേസ്റ്റ് നോക്കുമ്പോൾ കുറച്ചിങ്ങനെ മുന്തി നിൽക്കണം കേട്ടോ. ഉപ്പ് തരി വെള്ളം തരി കൂടി ഒരു വിസിലിന് വേണ്ടി കാത്തു നിൽക്കാം. ഓട്ടങ്ങൾക്കായി സമീപിക്കുക അജിത്ത് വലിയൊരു. എത്രയും നല്ല ഡ്രൈവറെ കാണാൻ കിട്ടില്ല എന്നൊക്കെ. ബിരിയാണി ഇവിടെ എത്തിയിട്ടുണ്ട്. ഓ പെർഷ്യ ബിരിയാണി ഇരിക്കും തൊട്ട ചമ്മന്തിയാണല്ലേ.
കച്ചമ്പർ, ചമ്മന്തി, ബിരിയാണി അൺബോക്സിങ്. നല്ല പാത്രം കിട്ടി. അച്ചാറും കച്ചമ്പർ അവിടെ വയ്ക്കേ. നിർത്തേ. സൂപ്പർ സൂപ്പർ. ഇടാൻ പോവാ. എടുക്ക്. അപ്പോൾ അവരൊക്കെ ഫുഡ് കഴിക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് നാത്തൂന് കുറച്ച് ടേസ്റ്റ് നോക്കാൻ വേണ്ടി കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. കഴിച്ചാൽ എങ്ങനെയുണ്ട്? കഴിച്ചിട്ട് കുമ്പളവയറ് മാറ്റി. നെല്ലിക്ക അച്ചാറാണ്. നെല്ലിക്ക അച്ചാർ ലച്ചുന് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ചമ്മന്തിക്ക് വലിയ ഇഷ്ടമായില്ല. അപ്പോൾ ലച്ചുവിന് ലെമൺ റൈസ് വേണം എന്നാണ് പറയണത്. അതുപോലെ ചേട്ടന് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് 2ാമത്തെ ട്രിപ്പാണ് പപ്പടം കൂടി 2 കഴിക്കുന്നത്. അത് കഴിക്കാനാണ് ടേസ്റ്റ് എന്ന് പറയണത്. ആളുടെ മുഖത്തുനിന്ന് അഭിപ്രായം എടുക്കാൻ ആൾ സമ്മതിക്കണില്ല, വേണ്ടെന്ന് പറയണത്. പക്ഷെ ആളെ കഴിപ്പ് കണ്ടാൽ അറിയാം നമുക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന്. ഇതുപോലെ ഇങ്ങനെ ഓരോരോ വെറൈറ്റി റൈസുകൾ ഇനി വേണം എന്നാണ് ആൾ പറയണത്. എന്താ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. നമ്മളിനി ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ എനിക്കൊരു ചിക്കൻ കാലി കിട്ടിയിട്ടുണ്ട്. ടൊമാറ്റോ റൈസ് കുറച്ച് ബാക്കിയുണ്ട്. അതൊന്ന് ലച്ചുന് വേണമെന്നുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ രാത്രി അത് അവൾക്ക് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്.